പൾസർ സുനിയെയും വിജേഷിനെയും ആലുവ പോലീസ് ക്ലബ്ബിൽ എത്തിച്ച് ചോദ്യം ചെയ്യുകയാണ്. ഉമേഷ് ചേരുന്ന വിശദാംശങ്ങളുമായി. ഉമേഷ്, ഇപ്പോൾ ചോദ്യം ചെയ്യൽ എങ്ങനെ പുരോഗമിക്കുന്നു? പ്രതികളെ ഉടൻ കോടതിയിൽ ഹാജരാക്കേണ്ട എന്നാണ് പുറത്തു വന്നിരിക്കുന്ന ഏറ്റവും പുതിയ വാർത്തകൾ. വിശദാംശങ്ങൾ. ധന്യ, പ്രതികളെ കോടതിയിൽ പ്രതികളെ ആലുവ പോലീസ് ക്ലബ്ബിൽ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവരെ കോടതിയിൽ ഹാജരാക്കണം എന്നത് സംബന്ധിച്ച ഒരു ആശയക്കുഴപ്പം വന്നതാണ്. നേരത്തെ ACJMന്റെ ഒരു ഉത്തരവിറങ്ങി. ഇത് ആദ്യം വ്യാഖ്യാനിച്ചത് ഈ ആലുവ പോലീസ് ക്ലബ്ബിന് അടുത്തുള്ള കോടതിയിൽ എത്രയും പെട്ടെന്ന് ഹാജരാക്കണം എന്നും മറ്റുമായിരുന്നു. എന്നാൽ ആ ആശയക്കുഴപ്പത്തിന് അവസാനമായിരിക്കുന്നു. കാരണം ഇത് അറസ്റ്റ് കോടതി അംഗീകരിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ അറസ്റ്റ് അംഗീകരിക്കുന്നതോടെ ഒരു പ്രതിയെ അറസ്റ്റ് ചെയ്താൽ 24 മണിക്കൂറിനുള്ളിൽ കോടതിയിൽ ഹാജരാക്കിയാൽ മതി എന്നുള്ളതാണ് ചട്ടം. ഈ പൾസർ സുനിയുടെ കാര്യത്തിലും അതുതന്നെയാണ് കോടതി അംഗീകരിച്ചിരിക്കുന്നത്. ആ ഒരു സാഹചര്യത്തിൽ നാളെ ഉച്ചയോടെ മാത്രം ഇവരെ കോടതിയിൽ ഹാജരാക്കിയാൽ മതി എന്നുള്ളതിൽ കാര്യത്തിൽ ഒരു വ്യക്തത വന്നിരിക്കുന്നു. ആ ഒരു സാഹചര്യത്തിൽ പോലീസിന് ഇവരെ നാളെ ഉച്ചവരെ ചോദ്യം ചെയ്യാൻ കഴിയും എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഉച്ചയ്ക്ക് 2 മണി മുതൽ തന്നെ രണ്ടുപേരുടെയും ചോദ്യം ചെയ്യൽ തുടങ്ങിയിരുന്നു. പൾസർ സുനിയെയും വിജേഷിനെയും ഉദ്യോഗസ്ഥർ മാറി മാറിയാണ് ചോദ്യം ചെയ്യുന്നത്. ADGP B സന്ധ്യ അടക്കമുള്ളവർ ഈ ആലുവ പോലീസ് ക്ലബ്ബിൽ അകത്ത് ഉണ്ട്. ഇവർ ചോദ്യം ചെയ്യുന്നു. ഈ ചോദ്യം ചെയ്യുമ്പോൾ പ്രാഥമിക മൊഴി അനുസരിച്ച് ഈ പൾസർ സുനി പറഞ്ഞിരിക്കുന്നത് ഇത് കൊട്ടേഷനല്ല, ഇത് ആരുടെയും പ്രേരണയോടുകൂടി ചെയ്തതല്ല, സ്വയം ആസൂത്രണം ചെയ്ത് നടപ്പാക്കിയതാണ് എന്നാണ് പൾസർ സുനി ഇപ്പോൾ പോലീസിനോട് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ അത് മുഴുവനായും പോലീസ് വിശ്വസിച്ചിട്ടില്ല. അത് സംബന്ധിച്ച് കൂടുതൽ പരിശോധനകൾ പോലീസ് നടത്തും. ഇയാളുടെ മൊഴിയിൽ വൈരുദ്ധ്യം എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് നോക്കും. അതുകൂടാതെ ആരുടെയെങ്കിലും സമ്മർദ്ദത്തിന് വിധേയമായിട്ടാണോ സുനി ഇപ്പോൾ ഇത്തരത്തിൽ പറയുന്നത്, കൊട്ടേഷനല്ല എന്ന രീതിയിൽ പറയുന്നത് എന്ന കാര്യമെല്ലാം പോലീസ് വിശദമായി തന്നെ പരിശോധിക്കും. നേരത്തെ എല്ലാം പുറത്തു വന്ന വാർത്തകളനുസരിച്ച് അല്ലെങ്കിൽ പുറത്തു വന്ന മൊഴി അനുസരിച്ച് ഇത് കൊട്ടേഷനാണ്, ആരുടെയോ പ്രേരണ കൊണ്ടാണ് ഈ കൃത്യം നടപ്പാക്കിയത് എന്നൊക്കെ ആയിരുന്നു. മാത്രമല്ല ഇത് കഴിഞ്ഞതിന് ശേഷം, ഈ കൃത്യം നിർവഹിച്ച ശേഷം പൾസർ സുനി ഒരാളുമായി കൂടിക്കാഴ്ച നടത്തുന്ന ദൃശ്യങ്ങൾ നേരത്തെ പുറത്തു വന്നതാണ്. അപ്പോൾ ഇയാൾ ആരൊക്കെ ഇയാൾക്ക് സംരക്ഷണം നൽകി, എവിടെയെല്ലാം ഇയാൾ ഒളിവിൽ കഴിഞ്ഞു, എവിടേക്ക് പോയി, ഇന്ന് എങ്ങനെ കൊച്ചിയിലെത്തി തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ പോലീസിന് അറിയേണ്ടതുണ്ട്. എന്നാൽ നാളെ ഉച്ചവരെ മാത്രമാണ് പോലീസിന് ഇപ്പോൾ സമയമുള്ളത്. ഈ ഒരു ചുരുങ്ങിയ സമയത്തിനുള്ളിൽ തന്നെ പരമാവധി കാര്യങ്ങൾ ഇവരിൽ നിന്ന് അറിയാൻ തന്നെയാണ് പോലീസ് ശ്രമിക്കുക. അതിനുശേഷം നാളെ ഉച്ചയോടെ ഇവരെ കോടതിയിൽ ഹാജരാക്കും. കോടതിയിൽ ഹാജരാക്കിയാൽ ഈ ചോദ്യം ചെയ്യൽ പൂർത്തിയാകില്ല എന്നുള്ളത് പോലീസിന് തന്നെ ബോധ്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഇവരെ വീണ്ടും കസ്റ്റഡിയിൽ വിട്ടുകിട്ടാനുള്ള അപേക്ഷ പോലീസ് സമർപ്പിക്കും. ഈ 2 പേരെ മാത്രമല്ല, നേരത്തെ ഈ കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ മറ്റ് 4 പേരെയും ഒരുപക്ഷെ കസ്റ്റഡിയിൽ എടുക്കാനുള്ള സാഹചര്യം തന്നെയാണ് ഉള്ളത്. അങ്ങനെയാണെങ്കിൽ കസ്റ്റഡിയിൽ പരമാവധി ദിവസം വിട്ടുകിട്ടണം എന്ന് പോലീസ് ആവശ്യപ്പെടും. കാരണം വളരെ പ്രധാനപ്പെട്ട പല ചോദ്യങ്ങൾക്കും ഉത്തരം കണ്ടെത്തേണ്ടതുണ്ട്. അതെല്ലാം ഈ 1.5 ദിവസത്തിനുള്ളിൽ ചോദിച്ചറിയുക അസാധ്യമാണ്. അതുകൊണ്ട് തന്നെയാണ് കൂടുതൽ ദിവസം കസ്റ്റഡിയിൽ ആവശ്യപ്പെടാൻ പോലീസ് തീരുമാനിക്കുക. അത്തരത്തിൽ പരമാവധി ദിവസം പോലീസ് കസ്റ്റഡിയിൽ വിട്ടുകിട്ടണമെന്ന് ആവശ്യപ്പെടും. എന്നാൽ കോടതി എത്ര ദിവസം വിട്ടുകൊടുക്കും എന്നുള്ള കാര്യം ഇപ്പോൾ പറയാൻ കഴിയില്ല. എങ്ങനെയായാലും ഇവരെ കസ്റ്റഡിയിൽ വിട്ടുകിട്ടുന്ന ആ ദിവസങ്ങളിലായിരിക്കും വളരെ വിശദമായ ചോദ്യം ചെയ്യൽ ഉണ്ടാവുക. ആ ചോദ്യം ചെയ്യലിൻ്റെ അവസാനം പിന്നീട് ഇവരെ തെളിവെടുപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളും ഇവരുടെ തെളിവെടുപ്പും പോലീസ് നടത്തും. എന്തായാലും നേരത്തെ ഉണ്ടായിരുന്ന ആശയക്കുഴപ്പത്തിന് ഇപ്പോൾ അവസാനമായിരിക്കുന്നു. ഇവരെ നാളെ ഉച്ചയോടെ മാത്രമേ കോടതിയിൽ ഹാജരാക്കുകയുള്ളൂ എന്നാണ് ഇപ്പോൾ അവസാനമായി ലഭിക്കുന്ന വിവരം. ഉമേഷ്, 2 പേരെയും പൾസർ സുനിയോടൊപ്പം തന്നെ വിജേഷിനെയും ഈ സാഹചര്യത്തിൽ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണോ? തീർച്ചയായും 2 പേരെയും ചോദ്യം ചെയ്യുകയാണ്. കാരണം ഇതിൽ വിജീഷിനും വളരെ പ്രധാനപ്പെട്ട പങ്കുണ്ട് എന്നുള്ളത് പോലീസിന് അറിയാം. നേരത്തെ മണികണ്ഠൻ്റെ മൊഴി അനുസരിച്ച് പൾസർ സുനിയാണ് ഇതെല്ലാം ആസൂത്രണം ചെയ്തത്. പൾസർ സുനി തന്നെയാണ് നടിയെ ആക്രമിച്ചത്. ഈ നടി സഞ്ചരിച്ചിരുന്ന വാഹനത്തിൽ ടെമ്പോ ട്രാവലർ ഇടിപ്പിച്ചതും സുനിയാണ് തുടങ്ങിയ നിരവധി മൊഴികളുണ്ട്. മാത്രമല്ല ഈ പൾസർ സുനിയോട് ആദ്യാവസാനം ഉണ്ടായിരുന്നത് ഈ വിജീഷാണ്. പിന്നീട് ഈ ഒളിവിൽ താമസിക്കാനും മറ്റും വിജീഷിൻ്റെ സഹായം ഉണ്ടായിരുന്നിരിക്കാം. വിജീഷ് ഇത്തരത്തിൽ നടിയെ ആക്രമിച്ചിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളെല്ലാം പോലീസിന് അറിയേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ പൾസർ സുനിയെ മാത്രമല്ല വിജീഷിനെയും പോലീസ് ചോദ്യം ചെയ്യുന്നുണ്ട്. 2 പേരെയും മാറി മാറിയാണ് ഈ ഉദ്യോഗസ്ഥർ ചോദ്യം ചെയ്യുന്നത്. ഇവരെ കൂടാതെ മറ്റ് നേരത്തെ അറസ്റ്റിലായവരെയും പോലീസ് ചോദ്യം ചെയ്യും. അത് അവരെ കസ്റ്റഡിയിൽ വിട്ടുകിട്ടിയ ശേഷം മാത്രമായിരിക്കും അത്തരത്തിലുള്ള നടപടികളിലേക്ക് കടക്കുക. ഇവരെല്ലാം കസ്റ്റഡിയിൽ വിട്ടുകിട്ടണമെങ്കിൽ നാളെ വരെ കാത്തിരിക്കണം. ഒരുപക്ഷെ നാളെ കോടതി അവധിയാകുമെന്നുള്ളത് കൊണ്ട് ഒരു ദിവസം കൂടി കഴിയാനും സാധ്യതയുണ്ട്. എന്തായാലും ഇപ്പോൾ 2 പേരെയും പോലീസ് ഒരുപോലെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഏതൊക്കെ ഉദ്യോഗസ്ഥരാണ് ചോദ്യം ചെയ്യലിന് പോലീസ് ക്ലബ്ബിൽ ഉള്ളത്? ADGP B സന്ധ്യ, IG മാരായ ദിനേന്ദ്ര കശ്യപ്, P വിജയൻ അടക്കമുള്ളവർ ഇപ്പോൾ ഉണ്ട്. മറ്റ്
നേരത്തെ റൂറൽ SP അടക്കമുള്ളവർ ഉണ്ടായിരുന്നു. എന്നാൽ അവരെല്ലാം പുറത്തു വരികയാണ്. ഇത്തരത്തിൽ ഉദ്യോഗസ്ഥർ മാറി മാറിയാണ് ഇവരെ ചോദ്യം ചെയ്യുന്നത്. ഇതുകൂടാതെ മറ്റ് CIമാർ SIമാർ അടക്കമുള്ളവർ ഈ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് നെടുമ്പാശ്ശേരി പോലീസ് സ്റ്റേഷനിലാണ്. അപ്പോൾ നെടുമ്പാശ്ശേരി CIക്കാണ് ഇതിൻ്റെ ചുമതല. നെടുമ്പാശ്ശേരി SI അടക്കമുള്ളവർ ഇപ്പോൾ ഈ ആലുവ പോലീസ് ക്ലബിനകത്തുണ്ട്. ഇവരുടെ എല്ലാം സാന്നിധ്യത്തിൽ തന്നെയാണ് ചോദ്യം ചെയ്യൽ പുരോഗമിക്കുന്നത്. ഉമേഷിലേക്ക് തിരിച്ചെത്താം. സാലിം മുഹമ്മദ് കൊച്ചിയിൽ നിന്ന് ചേരുന്നുണ്ട്. സാലി, ഇത്തരത്തിൽ കേസ് അന്വേഷണം, ചോദ്യം ചെയ്യൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ ഏറ്റവും പുതുതായി വന്നിരിക്കുന്നത് ഇന്ന് കോടതിയിൽ ഹാജരാക്കേണ്ട 24 മണിക്കൂറിന് ശേഷം 24 മണിക്കൂർ സമയം കൊടുത്തിരിക്കുകയാണ് കോടതിയിൽ ഹാജരാക്കാൻ ACJM കോടതി. അതിന്റെ ഉത്തരവ് പകർപ്പ് നമ്മൾ പുറത്തുവിടുകയും ചെയ്തിരിക്കുന്നു. അതിന്റെ വിശദാംശങ്ങളിലേക്ക്. ധന്യ, ആദ്യം പ്രചരിപ്പിച്ചതുപോലെയൊന്നും അല്ല കാര്യങ്ങളെന്ന് വ്യക്തമാവുകയാണ്. കോടതി ഉത്തരവിൻ്റെ പകർപ്പ് ലഭിച്ചിരിക്കുന്നു. കോടതി ഉത്തരവിൻ്റെ സാരാംശം ഇങ്ങനെയാണ്: കോടതി ഈ പ്രതികളെ അറസ്റ്റ് ചെയ്ത പോലീസ് നടപടിയെ ശരിവച്ചിരിക്കുന്നു കോടതി എന്നുള്ളതാണ്. അഡീഷണൽ CJM കോടതിയിൽ ഈ അഭിഭാഷകർ കൊടുത്ത ആവശ്യങ്ങളൊന്നും അംഗീകരിച്ചില്ല. മാത്രമല്ല, ഈ ആകെ കോടതി പറഞ്ഞത് ഈ അന്വേഷണ ഉദ്യോഗസ്ഥന് കൈമാറുക എന്നുള്ളതാണ്. കാരണം സെൻട്രൽ CI ആണ് ഈ പ്രതിയെ അറസ്റ്റ് ചെയ്ത് എന്നുള്ളത് കൊണ്ട് തന്നെ അതിൻ്റെ ഒരു സാധാരണ നടപടിക്രമം നിങ്ങൾ അന്വേഷണ ഉദ്യോഗസ്ഥന് കൈമാറുക എന്ന് പറഞ്ഞു. ബാക്കിയെല്ലാം സാധാരണ നടപടിക്രമം പോലെ, അത് തന്നെ അറസ്റ്റ് രേഖപ്പെടുത്തി 24 മണിക്കൂറിനുള്ളിൽ തൊട്ടടുത്ത മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരാക്കുക എന്നുള്ള സാധാരണ നിയമമാണ്. അതിനുമാണ് കോടതി നിർദ്ദേശം. അഭിഭാഷകർ ഉന്നയിച്ച എല്ലാ ആവശ്യങ്ങളും കോടതി തള്ളിക്കളഞ്ഞിരിക്കുന്നു. കോടതിയെ ഇന്ന് കോടതിയിൽ നിന്ന് പ്രതികളെ അറസ്റ്റ് ചെയ്തുകൊണ്ടുപോയ പോലീസ് നടപടിയെ ഈ കോടതി ശരിവച്ചിരിക്കുന്നു എന്ന് തന്നെ പറയാം. കാരണം ഇവരുടെ പ്രധാന ആവശ്യം, ഈ പരാതി നൽകിയ അഭിഭാഷകരുടെ ആവശ്യം, ഈ പ്രതികളെ തിരിച്ച് ഇവിടെ കൊണ്ടുവന്ന് ഇവിടെ തന്നെ കീഴടങ്ങാൻ, എറണാകുളം അഡീഷണൽ CJM കോടതിയിൽ തന്നെ ഹാജരാകാനുള്ള അവസരം ഒരുക്കണം എന്നുള്ളൊരു ആവശ്യമായിരുന്നു പ്രധാനമായും ഉന്നയിച്ചത്. അത് കോടതി തള്ളിക്കളഞ്ഞു. ആകെ കോടതി പറഞ്ഞത് അന്വേഷണ ഉദ്യോഗസ്ഥന്, കാരണം അന്വേഷണ ഉദ്യോഗസ്ഥനല്ലാത്ത സെൻട്രൽ CI ആണ് കോടതിയെ ഈ പ്രതികളെ കോടതി വളപ്പിൽ നിന്ന് പിടികൂടുന്നത്. അതുകൊണ്ട് അത് അന്വേഷണ ഉദ്യോഗസ്ഥന് കൈമാറിയേക്കുക. അന്വേഷണ ഉദ്യോഗസ്ഥൻ സാധാരണ നിലയിൽ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുക. സാധാരണ നിലയിൽ 24 മണിക്കൂറിനുള്ളിൽ കോടതിയിൽ ഹാജരാക്കിയാൽ മതി. അങ്ങനെയാണെങ്കിൽ നാളെ ഉച്ചവരെ സമയമുണ്ട്. അതാണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത്. നേരെ മറിച്ച് പ്രതികളുടെ അഭിഭാഷകർ ഈ കോടതി വിധി വന്നതിന് ശേഷവും പ്രചരിപ്പിച്ചത് തങ്ങൾക്ക് അനുകൂലമായ ഒരു കോടതി വിധി ഉണ്ടായിരിക്കുന്നു എന്ന അർത്ഥത്തിലായിരുന്നു. അതായത് ഇത് തന്നെയാണ് രാവിലെയും നടന്നത്. പ്രതികൾ കോടതിയിലെത്തി, കോടതിയുടെ പരിസരത്തു നിന്നും പ്രതികളെ പോലീസ് പിടികൂടുന്നു. അതിനെ വലിയ അപരാധമായി പ്രചരിപ്പിക്കാനും വ്യാഖ്യാനിക്കാനും ഒരു ഘട്ടത്തിൽ ആ അറസ്റ്റിനെ തടയാനും വരെയാണ് അഭിഭാഷകർ ശ്രമിച്ചത്. ആ ചെയ്തികളൊന്നും കോടതി അംഗീകരിച്ചിട്ടില്ല. കോടതി പോലീസിൻ്റെ ഒപ്പം നിന്നു. അഡീഷണൽ CJM കോടതി പോലീസ് എടുത്ത നിലപാടിനെ ന്യായീകരിച്ച് കൃത്യമായി ഇനി നിയമം അതിൻ്റെ വഴിക്ക് നീങ്ങട്ടെ എന്ന ഘട്ടത്തിൽ എത്തിയിരിക്കുന്നു. ഏതായാലും പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ സംഭവ വികാസങ്ങളെല്ലാം വലിയ ആശ്വാസവും വലിയ ആവേശവും നൽകുന്നതാണ് പോലീസിനെ സംബന്ധിച്ചിടത്തോളം എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം ആദ്യമുണ്ടായത് പ്രതിയെ അറസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളത് വലിയ നേട്ടം. കഴിഞ്ഞ 5-6 ദിവസമായി പോലീസിന് വലിയ തലവേദന സൃഷ്ടിച്ചിരുന്ന ഒരു കൊടും ക്രിമിനലിനെ, 2 ക്രിമിനലുകളെ പിടികൂടാൻ പോലീസിന് കഴിഞ്ഞു എന്നുള്ളതാണ്. അത് പിടികൂടിയ പോലീസിനെതിരെ വലിയ തോതിൽ പ്രചരണം നടത്താൻ അഭിഭാഷകരും ചില കേന്ദ്രങ്ങൾ ശ്രമിച്ചു. അതിനെ പോലീസിന് തുടക്കത്തിൽ പ്രതിരോധിക്കേണ്ടതായും വന്നു. ഒപ്പം തന്നെ ഈ അറസ്റ്റിനെ ചില അഭിഭാഷകർ തടഞ്ഞു. അതിനെ പ്രതിരോധിച്ചുകൊണ്ട് പ്രതികളെ ചോദ്യം ചെയ്യാനും എത്തിക്കേണ്ടടുത്ത് എത്തിക്കാനും പോലീസിന് കഴിഞ്ഞു. അതിനുശേഷമാണ് ഈ പ്രതികളെ അറസ്റ്റ് ചെയ്ത പോലീസിന്റെ നടപടിക്രമം നിയമപരമല്ലെന്ന ചില സാങ്കേതിക വാദവുമായി ചില അഭിഭാഷകർ രംഗത്തെത്തിയത്. അവർ ഈ മജിസ്ട്രേറ്റ് കോടതിയെ തന്നെ അതിന് ഉപയോഗിക്കാൻ ശ്രമിക്കുകയും ചെയ്തു. പക്ഷേ ഭാഗ്യവശാൽ മജിസ്ട്രേറ്റ് കോടതി ആ കാര്യത്തിലെടുത്ത നിലപാടിതാണ്. ഈ അറസ്റ്റ് സാധൂകരിച്ചിരിക്കുന്നു. ഒരു നിയമലംഘനവും ഉണ്ടായി മജിസ്ട്രേറ്റ് കണ്ടെത്തിയിട്ടില്ല. മാത്രവുമല്ല, സാധാരണ നടപടിക്രമം എന്ന നിലയ്ക്ക് അറസ്റ്റ് ചെയ്ത ഉദ്യോഗസ്ഥനോട് പറഞ്ഞു ഈ കേസ് അന്വേഷിക്കുന്ന ഉദ്യോഗസ്ഥന് കൈമാറുക എന്നുള്ളത് മാത്രമാണ് അതൊരു സാധാരണ നടപടിക്രമമാണ്. പിന്നീട് കോടതിയിൽ ഹാജരാക്കിയാൽ മതി. അത് 24 മണിക്കൂർ നിയമം അനുശാസിക്കുന്ന സമയമാണ്. ചുരുക്കത്തിൽ ഇന്നത്തെ ദിവസം കേരള പോലീസിന്റെയും ഈ അന്വേഷണ സംഘത്തിന്റെയും ദിവസമായിരുന്നു എന്ന് തന്നെ പറയാം. ധന്യ. സാലി, തിരിച്ചെത്താം. മുഖ്യപ്രതിയെ പോലീസ് പിടികൂടിയിരിക്കുകയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയനും അഭിനന്ദിച്ചിരിക്കുന്നു. ഏറ്റവും പുതിയ വിവരങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത് പോലീസ് ക്ലബിനടുത്തുള്ള ACJM കോടതി ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുകയാണ്. പ്രതികൾ കീഴടങ്ങിയ കോടതിയിൽ കീഴടങ്ങണ്ട എന്ന് പ്രതികളുടെ അഭിഭാഷകർക്ക് വലിയൊരു പൾസറിന്റെ അഭിഭാഷകരെ വളരെയധികം ബാധിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. അവരാവശ്യപ്പെട്ട നിയമപരമായ കാര്യങ്ങളൊന്നും തന്നെ
അംഗീകരിക്കാതെയാണ് കോടതിയുടെ നടപടി. മുഖ്യപ്രതിയെ പിടികൂടിയ പോലീസ് നടപടി അഭിനന്ദാർഹമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രതികരിച്ചു. ഈ പറയുന്ന പൾസർ സുനിയെ അടക്കം പിടികൂടാൻ കഴിഞ്ഞത് അഭിനന്ദനാർഹമായ കാര്യം തന്നെയാണ്. ആ ടീമിനെ നമുക്ക് അഭിനന്ദിക്കാം. അല്ലേ ഇപ്പോൾ ആരുടെ താല്പര്യമാണെന്ന് മാത്രമേ നോക്കേണ്ടതുള്ളൂ. പൾസർ സുനിയുടെ അറസ്റ്റ് ഗുണകരമാകുമെന്ന് DGP ലോക്നാഥ് ബെഹ്റ പീപ്പിളിനോട് പറഞ്ഞു. അറസ്റ്റ് വൈകിയതിൽ കഴമ്പില്ല. പോലീസ് പ്രതികൾക്ക് പിന്നാലെ തന്നെയുണ്ടായിരുന്നു. കോടതിയിൽ കയറി പിടികൂടിയതിൽ തെറ്റുപറ്റിയെന്ന ആരോപണത്തെക്കുറിച്ച് പ്രതികരിക്കാനില്ലെന്നും DGP പറഞ്ഞു. ഒരു ഇൻവെസ്റ്റിഗേഷൻ ഒരു മാജിക് അല്ലല്ലോ. അപ്പോൾ ഒരു ആളൊക്കെ പിന്നെ കിട്ടാൻ വേണ്ടിയിട്ട് കുറേ പിന്നെ അപ്പം തന്നെ ഒരു 24 hours അറസ്റ്റ് ചെയ്യാം. 1 വർഷം പിടിക്കും, 2 വർഷം പിടിക്കും. അപ്പോൾ ഞങ്ങൾ പിന്നെ ആത്മാർത്ഥമായിട്ട് ജോലി ചെയ്യണം. ആ ജോലി ചെയ്തിട്ട് അവ പിടിച്ചിട്ടുണ്ടോ ആ ഡീറ്റെയിൽസ് എനിക്ക് അറിയില്ല. അതിൽ ഞാൻ കമന്റ്സ് ഒന്നും പറയില്ല. കീഴടങ്ങാനെത്തിയ പ്രതിയെ അറസ്റ്റ് ചെയ്തത് പോലീസിന്റെ ജാഗ്രത കുറവാണെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പ്രതികരിച്ചു. പ്രതി പൾസർ സുനിയെ പിടിക്കാൻ കഴിഞ്ഞതൊരു ഭാഗ്യമായി. 4-5 ദിവസമായി എറണാകുളം സിറ്റിയിൽ തന്നെ പ്രതി ഉണ്ടായിട്ടും പ്രതിയെ പിടിക്കാൻ കഴിയാതെ പോയത് കേരള പോലീസിന് ഒരു നാണക്കേട് തന്നെയാണ്. കോടതിയിൽ കയറി പിടിക്കേണ്ടി വന്ന അവസ്ഥ ഏതായാലും കേരള പോലീസിന് ഒരിക്കലും അഭിമാനിക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല. പ്രതിയെ കിട്ടി എന്നുള്ളതിൽ നമുക്കെല്ലാവർക്കും ആശ്വാസമുള്ളൊരു കാര്യമാണ്. കാരണം ഈ കേസിൻ്റെ ചുരുൾ അഴിയാനുള്ള ഒരവസരമാണ് ഇത് വന്നു ചേർന്നിരിക്കുന്നത്. കേരള പോലീസിൻ്റെ കുറ്റാന്വേഷണത്തിനുണ്ടായിട്ടുള്ള ഏറ്റവും വലിയ പിഴവാണ് ഇതിലൂടെ പ്രതികളുടെ അറസ്റ്റിൽ നിയമപരമായി തെറ്റില്ലെന്ന് വിദഗ്ധർ. മജിസ്ട്രേറ്റിന്റെ സാന്നിധ്യത്തിൽ പ്രതിയെ അറസ്റ്റ് ചെയ്താൽ മാത്രമേ നിയമവിരുദ്ധമാവുകയുള്ളൂ എന്നു നിയമരംഗത്തെ പ്രമുഖർ ചൂണ്ടിക്കാട്ടി. ക്രിമിനൽ നടപടിച്ചട്ടപ്രകാരം കോടതി പിരിഞ്ഞ സമയത്ത് പ്രതിയെ കോടതിക്കുള്ളിൽ നിന്ന് അറസ്റ്റ് ചെയ്യുന്നത് നിയമവിരുദ്ധമല്ലെന്ന് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. കോടതി ചേരുന്ന സമയത്ത് മജിസ്ട്രേറ്റിന്റെ സാന്നിധ്യത്തിൽ അറസ്റ്റ് പാടില്ല. മജിസ്ട്രേറ്റിന്റെ ചേംബറിനുള്ളിൽ നിന്നോ പ്രതി മജിസ്ട്രേറ്റിന്റെ വീട്ടിൽ കീഴടങ്ങിയാലോ പോലീസിന് അറസ്റ്റ് ചെയ്യാൻ കഴിയുകയില്ല. പ്രതികളെ കോടതി മുറിയുടെ പ്രതിക്കൂട്ടിൽ നിന്ന് അറസ്റ്റ് ചെയ്തതുകൊണ്ട് അത് നിയമവിരുദ്ധമാകില്ലെന്ന് പ്രമുഖ ക്രിമിനൽ അഭിഭാഷകൻ അഡ്വക്കേറ്റ് രാജേന്ദ്രൻ ചൂണ്ടിക്കാട്ടുന്നു. മനസ്സിലാക്കുന്നിടത്തോളം കോടതി അപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരുന്നില്ല. കോടതിയുടെ മുമ്പിൽ ഇദ്ദേഹത്തിന്റെ വക്കാലത്തോ ഇദ്ദേഹത്തിന്റെ ജാമ്യാപേക്ഷയോ വന്നിരുന്നില്ല. ആ സമയത്ത് കോടതി പരിഗണിച്ചിരുന്ന സമയമല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ കോടതിയുടെ മുമ്പിൽ പരിഗണനയിൽ ഇരുന്ന ഒരു കേസിലെ പ്രതിയെ കോടതിയുടെ മുമ്പിൽ നിന്നും പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോവുകയായിരുന്നില്ല ചെയ്തത്. അപ്പൊ ഇതില് നിയമവ്യവസ്ഥ പെർട്ടിനന്റ് ഇല്ലീഗാലിറ്റി, പ്രകടമായ നിയമവിരുദ്ധതയൊന്നും അവിടെ സംഭവിച്ചിട്ടില്ല. പോലീസ് അതീവ ഗുരുതരമായ ഒരു പ്രതിയെ അറസ്റ്റ് ചെയ്യാനുള്ള നടപടിക്രമങ്ങൾ അവരെടുത്തിട്ടുണ്ട്. അതിനുള്ള അവകാശവുമുണ്ട്. ഒരു വക്കീലിന്റെ കൂടെ പോകുന്നതുകൊണ്ടോ ഒരു വക്കീൽ കൊണ്ടുവരുന്നത് കൊണ്ടോ മാത്രം ഒരു ലീഗൽ പ്രൊട്ടക്ഷൻ ഇല്ല. പ്രതികൾ അഭിഭാഷകനോടൊപ്പം പോകുകയാണെങ്കിൽ പോലും പോലീസ് ഉദ്യോഗസ്ഥന് അറസ്റ്റ് ചെയ്തതിന് തടസ്സമില്ല. ഇരയ്ക്ക് ലഭിക്കാത്ത മനുഷ്യാവകാശമൊന്നും പ്രതിക്ക് ലഭിക്കേണ്ടതില്ലെന്ന് അഡ്വക്കേറ്റ് CP ഉദയഭാനു ചൂണ്ടിക്കാട്ടി. നിയമപരമായി കിട്ടേണ്ട സംരക്ഷണത്തിന് അർഹതപ്പെട്ടത് മനുഷ്യാവകാശത്തെ സംരക്ഷിക്കുന്നവർക്കാണ്. ഇവിടെ മനുഷ്യാവകാശം സംരക്ഷിച്ച ആളാണോ ഈ ആരോപിതനായ പ്രതി എന്നതാണ് പരിശോധിക്കപ്പെടേണ്ട വസ്തുത. നിരാലംബയായി പൊതുവഴിയിൽ അപമാനിക്കപ്പെടുകയും തന്റെ സ്ത്രീത്വത്തിന് തന്നെ ദോഷകരമാകുന്ന രീതിയിലുള്ള നിരവധി പ്രവർത്തികൾക്ക് വിധേയമാകുകയും ചെയ്ത പെൺകുട്ടിക്ക് ഇല്ലാത്ത ഏത് മനുഷ്യ അവകാശമാണ് ഇപ്പോ ഈ കീഴടങ്ങിയ പ്രതിക്ക് ഈ കോടതിയുടെ വരാന്തയിൽ നിന്ന് പിടിച്ചെടുത്തുകൊണ്ട് ഉണ്ടായത് എന്ന് ഈ ആക്ഷേപം പറയുന്നവർക്ക് ബോധ്യപ്പെടുത്താൻ കഴിയുമോ പൊതുസമൂഹത്തെ? കോടതി മുറിക്കുള്ളിൽ കയറി പ്രതികളെ അറസ്റ്റ് ചെയ്ത സംഭവങ്ങൾ മറ്റു സംസ്ഥാനങ്ങളിൽ ഉണ്ടായിട്ടുണ്ടെങ്കിലും കേരളത്തിൽ ഇതാദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുന്നതെന്നും നിയമവിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. ന്യൂസ് ഡെസ്ക്. നടിയെ ആക്രമിച്ച കേസിൽ പ്രതികളെ പൾസർ സുനിയെയും വിജീഷിനെയും ചോദ്യം ചെയ്യുകയാണ്. ചോദ്യം ചെയ്യൽ ആലുവ പോലീസ് ക്ലബിൽ തുടരുന്നു. ഉമേഷ് ചേരുന്നു. ഉമേഷ്, ഏറ്റവും പുതിയ വിശദാംശങ്ങൾ. ധന്യ, ഇരുവരെയും ഇപ്പോഴും ചോദ്യം ചെയ്യുകയാണ്. പൾസർ സുനിയെയും വിജീഷിനെയും നാളെയാണ് കോടതിയിൽ ഹാജരാക്കുകയുള്ളൂ. നാളെ ഉച്ചവരെ പോലീസിന് ചോദ്യം ചെയ്യാൻ സമയമുണ്ട്. ഈ ചോദ്യം ചെയ്യുന്ന വേളയിൽ ഇപ്പോൾ നിലവിൽ പൾസർ സുനി പറഞ്ഞിരിക്കുന്നത് ഇത് കൊട്ടേഷനല്ല, ആരുടെയും ഗൂഢാലോചനയില്ല, താൻ തന്നെ ആസൂത്രണം ചെയ്ത് നടപ്പാക്കിയതാണ് എന്ന രീതിയിലാണ് പൾസർ സുനി പറഞ്ഞിരിക്കുന്നത്. എന്നാൽ അത് മുഴുവൻ പോലീസ് ഇപ്പോൾ വിശ്വസിച്ചിട്ടില്ല. ഇത് ആരുടെയെങ്കിലും സമ്മർദ്ദത്തിന് വിധേയനായിട്ടാണോ ഇത്തരത്തിൽ പറയുന്നത് എന്ന കാര്യം പോലീസ് പരിശോധിച്ച് വരുന്നുണ്ട്.
ഇതുകൂടാതെ മറ്റ് ഇയാൾ ഒളിവിൽ പോയ സ്ഥലങ്ങൾ എവിടെയാണ്, ഇതുകൂടാതെ ആരെയെല്ലാം കണ്ടു, ഇതിന് പിന്നിൽ മറ്റെന്തെങ്കിലും ബന്ധമുണ്ടോ, പ്രേരണയുണ്ടോ തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ പൾസർ സുനിയിൽ നിന്ന് വളരെ വിശദമായി തന്നെ പോലീസ് ചോദിക്കും. ADGP ബി സന്ധ്യ അടക്കമുള്ള ഉന്നത ഉദ്യോഗസ്ഥരെല്ലാം തന്നെ ഇപ്പോഴും ആലുവ പോലീസ് ക്ലബ്ബിൽ തുടരുകയാണ്. നാളെ ഉച്ചയോടെ ഈ ചോദ്യം ചെയ്യൽ, പ്രാഥമിക ചോദ്യം ചെയ്യൽ പൂർത്തിയാക്കി നാളെ ഉച്ചയോടെ കോടതിയിൽ ഹാജരാക്കും ഇരുവരെയും. അതിനുശേഷം കസ്റ്റഡിയിൽ വിട്ടുകിട്ടാനുള്ള അപേക്ഷ സമർപ്പിക്കും എന്നുള്ളതാണ് നിലവിൽ അറിയാൻ കഴിയുന്നത്. ഉമേഷ്, കോടതിക്കകത്ത് രണ്ടുപേരെയും ഇപ്പോഴും ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണോ? ആരൊക്കെയാണ് ഇപ്പോഴും സംഭവ സ്ഥലത്ത്, ഏതൊക്കെ അന്വേഷണ ഉദ്യോഗസ്ഥരാണ് ഉള്ളത്, അതിനെക്കുറിച്ച് കൂടി. രണ്ടുപേരെയും ചോദ്യം ചെയ്യുന്നുണ്ട്. പൾസർ സുനിയും വിജീഷും ഇരുവരെയും ചോദ്യം ചെയ്യുകയാണ്. നാളെ ഉച്ചവരെയും ഇവരെ ചോദ്യം ചെയ്യും. കാരണം പ്രധാനപ്പെട്ട പല ചോദ്യങ്ങൾക്കും ഇതുവരെ ഉത്തരം ലഭിച്ചിട്ടില്ല. അതെല്ലാം ഈ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ പോലീസ് അറിയാനുള്ള ശ്രമത്തിൽ തന്നെയാണ്. എന്നാലും ഈ ഒരു 1.5 ദിവസം കൊണ്ട് അത് മുഴുവൻ ഇവർ പറയും എന്നുള്ള ബോധ്യം പോലീസിനില്ല. അതുകൊണ്ട് തന്നെ ഇവരെ കസ്റ്റഡിയിൽ വിട്ടുകിട്ടാനാണ് തീരുമാനിക്കുക. ADGP ബി സന്ധ്യയെ കൂടാതെ IG-മാരും മറ്റു ഉന്നത ഉദ്യോഗസ്ഥരെല്ലാം തന്നെ ആലുവ പോലീസ് ക്ലബ്ബിലുണ്ട്. കോടതിയിൽ ഇവരെ നാളെ ഹാജരാക്കിയ ശേഷം, നാളെ അവധി ദിവസമായതിനാൽ ഒരുപക്ഷെ മജിസ്ട്രേറ്റിൻ്റെ വസതിയിലായിരിക്കും ഇവരെ ഹാജരാക്കുക. അങ്ങനെയാണെങ്കിൽ അതിനടുത്ത ദിവസമായിരിക്കും കസ്റ്റഡി അപേക്ഷ കൊടുക്കാൻ പോലീസിന് കഴിയുകയുള്ളൂ. അങ്ങനെ കസ്റ്റഡി അപേക്ഷ കൊടുത്ത് ഇവരെ കസ്റ്റഡിയിൽ വിട്ടുകിട്ടുന്ന വേളയിലായിരിക്കും ബാക്കി കൂടുതൽ ചോദ്യം ചെയ്യലുകൾ ഉണ്ടാവുക. ആ സമയത്തായിരിക്കും തെളിവെടുപ്പ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് പോലീസ് കടക്കുക. ധന്യ. ശരി ഉമേഷ്, പൾസർ സുനിയെയും വിജേഷിനെയും ആലുവ പോലീസ് ക്ലബ്ബിൽ ചോദ്യം ചെയ്യുകയാണ്. വിശദാംശങ്ങളാണ് KM ഉമേഷ് നൽകിയത്. മുൻമന്ത്രി EP ജയരാജനെതിരായ ബന്ധു നിയമന കേസിൽ അന്വേഷണത്തിന് ഹൈക്കോടതിയുടെ സ്റ്റേ. PK സുധീർ നൽകിയ ഹർജിയിലാണ് അന്വേഷണം സ്റ്റേ ചെയ്തത്. വിജിലൻസ് അന്വേഷണത്തിന് മാർഗരേഖ വേണമെന്നും ഹർജി പരിഗണിക്കവേ ഹൈക്കോടതി നിർദ്ദേശിച്ചു. അഴിമതിയുമായി ബന്ധപ്പെട്ട കേസുകളിൽ മാത്രമാണ് വിജിലൻസ് അന്വേഷണം വേണ്ടതെന്നും സർവീസ് സ്ഥാനക്കയറ്റം എന്നീ കാര്യങ്ങളിൽ വിജിലൻസ് ഇടപെടേണ്ടതില്ലെന്നും കോടതി നിർദ്ദേശിച്ചു. സാമ്പത്തിക ഇടപാട് നടന്നിട്ടുണ്ടോ എന്ന് വിജിലൻസിന് അന്വേഷിക്കാമെന്നും കോടതി അറിയിച്ചു. വിജിലൻസ് പരിധി വിട്ടാൽ ഹൈക്കോടതി ഇടപെടുമെന്നും കോടതി മുന്നറിയിപ്പ് നൽകി. മന്ത്രിയായിരിക്കെ ജയരാജൻ വ്യവസായ വകുപ്പിന് കീഴിലെ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ ബന്ധുക്കളെ നിയമിച്ചു എന്നായിരുന്നു പരാതി. പിന്നീട് CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ നിർദ്ദേശത്തെ തുടർന്ന് ജയരാജൻ മന്ത്രിസ്ഥാനത്ത് നിന്ന് ഒഴിഞ്ഞിരുന്നു. ന്യൂസ് ഡെസ്ക്.